റുബൈഹ ഞെട്ടറ്റു വീണ പൂമുട്ട്. എൻ്റെ പൊന്നുമോളെ, എവിടുന്ന് തുടങ്ങണമെന്നറിയില്ല. ഹ്രസ്വകാലം കൊണ്ട് ധാരാളം അവിസ്മരണീയ സ്മൃതികൾ സമ്മാനിച്ച് വിട പറഞ്ഞ മുത്തേ, നീ ദുന്യാവിലേക്ക് വരുന്നതറിഞ്ഞ സമയത്ത് നിനക്ക് അനുയോജ്യമായൊരു പേര് കണ്ടെത്താൻ ഞാൻ പല ചരിത്ര കിതാബുകളും പരതിയിരുന്നു. ഒടുവിൽ ദുബായ് ഔക്കാഫിൻ്റെ കുത്തുബ് ഖാനയിലെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പേരായിരുന്നു റുബൈഹ. സുഹാബിയത്തിൻ്റെ പേരായതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ലാഭം കൊയ്യുന്നോൾ, ഭാഗ്യവതി എന്നൊക്കെയാണല്ലോ അതിൻ്റെ ആശയം. അത് നീ അക്ഷരാർത്ഥത്തിൽ അതിവേഗം സാക്ഷാത്കരിച്ചല്ലോ മോളെ. അമൂല്യാനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകി നീ എത്ര പെട്ടെന്നാണ് യാത്ര പറഞ്ഞത്. 14 വർഷത്തെ ജീവിതം കൊണ്ട് കുറെ പതിറ്റാണ്ടുകളുടെ സമ്പാദ്യം നീ നേടിയിരിക്കുന്നു. ആരാണ് മികവാർന്ന സുഹൃതം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു ജനിമൃതികളെ സൃഷ്ടിച്ചത് എന്നാണല്ലോ ഖുർആൻ ഭാഷ്യം. മുത്തുമോളെ, നീ പ്രസ്തുത പരീക്ഷയിൽ വൻ വിജയം നേടിയെന്ന് പല അടയാളങ്ങളും ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നീ വല്ലാതെ സ്നേഹിച്ച നിന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, നിന്നെ പഠിപ്പിച്ച അധ്യാപകർ, മാത്രമല്ല നിന്നെ ചികിത്സിച്ച ഡോക്ടർമാർ പോലും സ്നേഹാശ്രു പൊഴിക്കാതെ നിന്നെക്കുറിച്ച് പറയാൻ അശക്തരാണ്. നിന്നെപ്പറ്റി പറയുമ്പോൾ അവർക്കെല്ലാം 1000 നാക്കാണ്. സ്വഭാവ മഹിമ കൊണ്ടും സഹനവീര്യം കൊണ്ടും പെരുമാറ്റത്തിലെ സൗമ്യത കൊണ്ടും വൈജ്ഞാനിക ദാഹം കൊണ്ടും നീ അവരുടെയൊക്കെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനായിരുന്നല്ലോ നിന്റെ പ്രധാന കൂട്ടാളി. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നിനക്കൊരു ആശ്വാസമാർഗവും അവലംബവും കൂടിയായിരുന്നല്ലോ. ഖുർആൻ പാരായണത്തിലും പഠനത്തിലും നീ കാണിച്ചുകൊണ്ടിരുന്ന ഉത്സാഹം എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുകയായിരുന്നു. ഉപ്പ സൂറത്ത് സ്വബവും ഫാത്തിറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ 9 ജുസ്അ മനപ്പാഠം പൂർത്തിയാവും എന്ന് നീ പറഞ്ഞത് വേർപാടിൻ്റെ ദിനത്തിലായിരുന്നല്ലോ മോളെ. അതെ, നീ അങ്ങനെ നിരന്തര ബന്ധം പുലർത്തിയ ആ വിശുദ്ധ ഖുർആൻ ഇപ്പോൾ ആനന്ദകരമായ രൂപത്തിൽ നിന്നെ സന്തോഷിപ്പിക്കാൻ കൂട്ടിനുണ്ടാക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അത് മുത്തുനബി തന്ന ഉറപ്പാണല്ലോ. പലതരം പ്രയാസങ്ങൾ നിന്നാലിട്ടുമ്പോഴും ഞങ്ങളുടെ ആരോഗ്യ വിഷയത്തിലാണല്ലോ നീ വേവലാതിപ്പെട്ടിരുന്നത്. നിന്റെ ക്ഷമാശേഷി അപാരം തന്നെ മോളെ. നിന്നെ ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാവും ചികിത്സിക്കുന്ന ഡോക്ടർ പോലും പറഞ്ഞത്, മോള് സാധാരണ മക്കളെ പോലെയല്ല, വളരെ ടോളറൻ്റാണ്, പുറത്ത് കാണിക്കാതെ പരമാവധി സഹിക്കുന്നുണ്ട്. മുത്തുനബി പഠിപ്പിച്ച മഹിത ഭാവഗുണങ്ങൾ പലതും നീ സ്വാംശീകരിച്ചു, സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്നു. സഹനവും സൗമ്യഭാവവും വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധവും പഠനത്തിലെ സ്ഥിരോത്സാഹവുമെല്ലാം അതിൽ ചിലത് മാത്രം. വീട്ടിൽ അങ്ങിങ്ങായി നീ വരച്ചു വെച്ചതും മനോഹരമായ കലാവിരുതികളും വിളിച്ചു പറയുന്നതും മറ്റൊന്നല്ല, ക്ഷമയുടെ പര്യായമായ മോളെ. നീ ജീവിച്ച കാലമത്രയും ഒരു നിഴൽ പോലെ നിന്റെ കൂടെയുണ്ടായിരുന്ന നിന്റെ പൊന്നുമ്മയോട്, മാ, ഞാനിനി അധിക സമയം ജീവിച്ചിരിക്കില്ല, അമ്മ വിഷമിക്കരുത്, കരയരുത് എന്ന് നീ പറഞ്ഞപ്പോൾ നിനക്കനുഭവപ്പെട്ട വേർപാടിൻ്റെ നൊമ്പരം എങ്ങനെയാണ് മോളെ നീ കടിച്ചിറക്കിയത്? എനിക്ക് സുഖമായിട്ടൊന്നുറങ്ങണം എന്ന് അതേ ദിവസത്തിൽ നീ ആവർത്തിച്ച് പറഞ്ഞതിന് ഇത്ര അർത്ഥവ്യാപ്തി ഉണ്ടായിരുന്നു മുത്തേ. ദുബായ് ഹോസ്പിറ്റലിൽ നിനക്ക് ജന്മം നൽകുകയും ശേഷം സ്വന്തം കരങ്ങളിൽ ഏറ്റുവാങ്ങി റബ്ബിൻ്റെ നാമം നിന്നെ കേൾപ്പിക്കുകയും ചെയ്ത നിന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ നിന്നെ അവസാനമായി കുളിപ്പിക്കാനും മുന്നിലുണ്ടായിരുന്നു എന്നത് നിന്റെ പല സൗഭാഗ്യങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ്. വിശുദ്ധ റമളാൻ മാസവും അതിലെ പുണ്യകരമായ 25-ാം രാവും വെള്ളിയാഴ്ച രാവും എല്ലാം ഒരുമിച്ച സമയം നിന്റെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ഞങ്ങളെയെല്ലാം വിസ്മയിപ്പിച്ചു മോളെ. എത്ര കടമ്പകൾ കടന്നാണ് നീ ആ ലക്ഷ്യം നേടിയത്. വഫാത്തിൻ്റെ അരമണിക്കൂർ മുമ്പ് ശ്വാസതടസ്സം നേരിടുന്ന സമയത്ത് നീ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എന്നെ കോരി ധരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ശ്വാസം കിട്ടാത്ത വിഷമമുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് നല്ല സമാധാനമാണ്. കരളായ മോളെ, നിന്റെ വേർപാടിൽ കഠിന വേദനയുണ്ടെങ്കിലും നിന്റെ ആ വാക്കൊരു കുളിർ തന്നലാണ്. കാരണം സജ്ജനങ്ങളുടെ അന്ത്യഘട്ടത്തിൽ അവരോട് പറയപ്പെടുന്ന ആശ്വാസവാക്യം സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു എടുത്തുദ്ധരിച്ചത് ഓർത്തുപോകുന്നു. സമാധാനം പ്രാപിച്ച ആത്മാവേ, നീ നിന്റെ റബ്ബിങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഈ വിഭാഗത്തിൽ എൻ്റെ പൊന്നുമോൾ ഉൾപ്പെട്ടതിൻ്റെ നിദർശനമായി
മുത്തിൻ്റെ വാക്കിനെ ഞാൻ കാണുന്നു. എങ്കിൽ എൻ്റെ മുത്തുമോൾ അക്ഷരത്തിലും അർത്ഥത്തിലും ഭാഗ്യവതിയാണ്. റബ്ബിൻ്റെ തൃപ്തി നേടിയവളാണ്. മികച്ച ലാഭം കൊയ്തവളാണ്. റുബൈഹ എന്ന നാമം സമ്പൂർണമായി അന്വർത്ഥമാക്കിയവളാണ്. മുത്തുമോളെ, നിന്നെപ്പോലെ ഒരു നല്ല അന്ത്യം നൽകി അള്ളാഹു ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ സ്വർഗ്ഗത്തിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് നമുക്ക് ഒത്തുചേരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.